ഹായ് ഫ്രണ്ട്സ്, 118 വർഷം പഴക്കമുള്ള ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ ഐറ്റം എല്ലാ വർഷവും റമദാൻ മാസത്തിൽ ഇഫ്താർ ടൈമിൽ കോടിക്കണക്കിന് ആളുകൾ കുടിക്കുന്ന ഒരു ഡ്രിങ്കാണ്. പ്രവാസികളായ സുഹൃത്തുക്കൾക്ക് മനസ്സിലായി കാണും. യെസ്, ദ വൺ ആൻഡ് ഓൺലി റൂഹ് ഹഫ്സ. എല്ലാവരും വിചാരിക്കുന്നത് ഇതൊരു പാകിസ്ഥാൻ ബേസ്ഡ് പ്രോഡക്റ്റ് ആണെന്നാണ്. പക്ഷേ ഇതിന് ഇന്ത്യയുമായി വലിയൊരു കണക്ഷനുണ്ട്. ഗൾഫ് മേഖലയിലെ പ്രവാസികൾക്ക് ഇത് സൂപ്പർ ഫേമസ് ആണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഈ റൂഹ് ഹഫ്സ എന്ന ഡ്രിങ്കിനെയും അതിൻ്റെ ചരിത്രവും. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഇത് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. പ്രവാസികൾ ലീവിന് വരുമ്പോൾ കൊണ്ടുവരുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലോക്കൽ ഷോപ്പുകളിൽ അവൈലബിൾ അല്ലായിരുന്നു. ബട്ട് ഇപ്പോൾ സിറ്റുവേഷൻ മാറി സൂപ്പർ മാർക്കറ്റ്സിൽ ഇത് ഈസിലി അവൈലബിൾ ആവാൻ തുടങ്ങി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഒരു പാകിസ്ഥാൻ മെയ്ഡ് ബോട്ടിലാണ്. MRP 450 രൂപ വരും. സോ റൂഹ് ഹഫ്സ എന്നാൽ സോൾ റിഫ്രഷ്നർ, അതായത് ആത്മാവിൻ്റെ നവോന്മേഷം. ട്രഡീഷണൽ യുനാനി മെഡിസിനിൽ ഇൻസ്പിറേഷൻ എടുത്താണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഹെർബ്സ്, സിറപ്സ് ഒക്കെ ചേർത്ത് ചൂടിനെയും സ്ട്രോക്കിനെയും റെസിസ്റ്റ് ചെയ്യാനും ഹാർട്ട് ബീറ്റ് കുറച്ച് ഡീഹൈഡ്രേഷൻ അവോയ്ഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും എന്നാണ് ഇതിൻ്റെ ക്ലെയിം. എന്തൊക്കെയായാലും റമദാൻ ടൈമിൽ കോടിക്കണക്കിന് ആളുകൾ ഇത് കുടിക്കുന്നുണ്ട്, എസ്പെഷ്യലി ഇഫ്താർ സമയത്ത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ റോസ് എസൻസ്, മെഡിസിനൽ ഫ്ലവേഴ്സ്, നാച്ചുറൽ ഹെർബ്സ് ഒക്കെ ഉണ്ട്. പിന്നെ രാമച്ചത്തിൻ്റെ വേരു, അങ്ങനെ ഒരുപാട് ഐറ്റംസ് മിക്സ് ചെയ്താണ് ഇത് റെഡിയാക്കുന്നത്. ഇതിൻ്റെ സീക്രട്ട് റെസിപ്പി ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ്. മാനുഫാക്ചറിനല്ലാതെ ആർക്കറിയില്ല എക്സാക്ട് ഫോർമുല. ഇന്ന് സൗത്ത് ഏഷ്യയിലെ ഫേമസ് യുനാൻ മെഡിസിൻ കമ്പനിയായ ഹംദർദ് ലാബോറട്ടറീസ് ആണ് മാനുഫാക്ചർ ചെയ്ത് വേൾഡ് വൈഡ് സപ്ലൈ ചെയ്യുന്നത്. ഫൺ ഫാക്ട് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ 50% സിറപ്പ് മാർക്കറ്റും ഇവർ കൺട്രോൾ ചെയ്യുന്നു. അതുമാത്രമല്ല, റൂഹ് ഹഫ്സ കൊണ്ട് ഫലൂദ, ഐസ്ക്രീം, ലഡ്ഡൂസ്, കുക്കീസ് എന്നിങ്ങനെ 1000+ റെസിപ്പീസ് ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. 2020 കോവിഡ് ലോക്ക്ഡൗൺ ടൈമിൽ ഇതിന് വൻ ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഓൺലൈനിൽ ഇന്ത്യയിൽ മാത്രം ക്രേസി ആയിട്ടാണ് ഇത് വിറ്റുപോയത്. സോ ഇത് പാകിസ്ഥാൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിലും ഇന്ത്യയുമായി നല്ല ബന്ധമുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് വായിക്കാവുന്നതാണ്. നമുക്കിന്ന് ഈ റൂഹ് ഹഫ്സ വെച്ച് നല്ലൊരു ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നല്ലൊരു ജഗ് എടുത്ത് അതിലേക്ക് നല്ല പാല് തിളപ്പിച്ച് ആറ്റിയ ശേഷം തണുപ്പിച്ച ശേഷം ഇതുപോലെ ഒഴിച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച കുറച്ച് തണ്ണിമത്തനും ആപ്പിൾ കുറച്ച് എടുത്തിട്ടുള്ളൂ, തണ്ണിമത്തൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. കട്ട് ചെയ്ത് വെച്ച തണ്ണിമത്തനും ആപ്പിളും നമ്മുടെ ഈ പാലിൽ മിക്സ് ചെയ്ത് കുറച്ച് നേരം കീപ്പ് ചെയ്യണം. അപ്പോൾ ഏകദേശം ഇതുപോലെ നല്ല കളർ വരും. ഇത് തന്നെ നമുക്ക് സിമ്പിളായിട്ട് എടുത്ത് കഴിക്കാൻ തോന്നും ഇത് കാണുമ്പോൾ തന്നെ. പക്ഷേ അതിൻ്റെ കൂടെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റമായ റൂഹ് ഹഫ്സ, ഇത് 2 to 3 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ മൂടിയും ഒരു അളവാട്ടോ, 2 മൂടി ഒഴിച്ചാൽ മതിയാവും, കറക്റ്റ് അളവായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്നത് 2.5 ടേബിൾ സ്പൂണാണ്. അപ്പോൾ അത്യാവശ്യം കറക്റ്റ് കളർ തന്നെ കിട്ടും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു റോസ് മിൽക്ക് ആ ഒരു കളറിൽ എത്തും. ഇത് തന്നെയാണ് ഏറ്റവും നല്ല ഉത്തമം. കുറേ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേസ്റ്റാണ്, അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ആവശ്യമുള്ള അളവിൽ ഫ്രൂട്ട്സ് നമ്മൾ ഗ്ലാസ്സിലേക്ക് ആഡ് ചെയ്ത ശേഷം ഈ റൂഹ് ഹഫ്സ മിക്സ് ചെയ്ത പാൽ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു ടേസ്റ്റ് തന്നെ കേട്ടോ. പക്ഷേ ചിലവർക്ക് ഇത് ഇഷ്ടപ്പെടുമോ എന്ന് ഒരു സംശയമുണ്ട്. എന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഇതിൽ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. ഓൾറെഡി അതിൻ്റെ അകത്ത് ഷുഗർ ഉണ്ട്. കുറച്ച് ഷുഗർ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് വരും. പക്ഷേ ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കസ്കസ് സീഡും കൂടിയും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഒന്നും കൂടി സൂപ്പറായിരിക്കും. പക്ഷേ എനിക്ക് ഈ 2 ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് വെറുതെ വെള്ളത്തിൽ സർബത്ത് പോലെ കലക്കി കുടിക്കാവുന്നതാണ്. ജസ്റ്റ് ഇത് ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ച് നല്ല നാരങ്ങ പിഴിഞ്ഞ് നല്ല തണുത്ത വെള്ളത്തിൽ ഇട്ട് കലക്കി കുടിക്കുമ്പോൾ നല്ലൊരു ഉന്മേഷം തന്നെ കിട്ടുന്നതായിരിക്കും. അല്ലാണ്ട് പാലിൽ മാത്രമല്ല. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പീസ് കൂടുതൽ ട്രൈ ചെയ്യാവുന്നതാണ്. യൂട്യൂബിലൊക്കെ അനവധി റെസിപ്പീസ് അവൈലബിൾ ആണ്. അപ്പോൾ റമദാൻ മാസമാണ്, നല്ല ചൂടാണ്. പറ്റുന്നവ വാങ്ങി ട്രൈ ചെയ്യുക. ചൂടിനൊക്കെ നല്ലതാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ. നിങ്ങൾ ഓൾറെഡി റൂഹ് ഹഫ്സ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിഷ്ടമാണോ അല്ലയോ എന്നും കൂടി കമൻറ്റ് ചെയ്യണേ. സോ കാച്ച് യു ലേറ്റർ.